അപ്പോൾ ഇതൊരു കരിയർ അവയർനെസ് ക്ലാസ് ആണ്. ഓക്കെ, സിവിൽ എഞ്ചിനീയേഴ്സിനും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കരിയർ അവയർനെസ് ക്ലാസ് ആണ്. സോ നമുക്ക് തുടങ്ങാം. എഞ്ചിനീയറിംഗ്, നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. സോ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും സിവിൽ എഞ്ചിനീയേഴ്സിനും ഈ രണ്ടു പേർക്കും ഈ ക്ലാസ് ഉപകാരമാണ്. നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ജോബ് ഏരിയാസ്, അതിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ്. രണ്ട് സെക്ഷനായിട്ടാണ് നടക്കുക ഈ ഒരു ക്ലാസ്. ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ കയറാം അതിനെ പറ്റിയൊരു അവയർനെസ്. അതിനുശേഷം നിങ്ങൾക്ക് ജോബിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്തായാലും എല്ലാവരും എവിടെയൊക്കെ കയറും. ഓക്കെ, കയറിയതിന് ശേഷം കിട്ടുന്ന ക്യാഷ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാം അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ. അതാണ് സെക്കൻഡ് സെഷൻ വരിക. സെക്കൻഡ് സെഷൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് സെഷനിലേക്ക് കടക്കാം. ലോകത്തുള്ള എല്ലാ ജോബ്സും രണ്ട് രീതിയിലാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. രണ്ട് രീതിയിൽ, ഓപ്പറേഷൻ ജോബ്സും പ്രൊജക്ട് ജോബ്സും. പ്രൊജക്ട് ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ജോബിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രൊജക്ട് ജോബിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും കാണും. പ്രൊജക്ട് തുടങ്ങും, തീരും. അതിനുശേഷം ആ പ്രൊജക്ട് കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ജോബിൽ വേറെ പ്രൊജക്ട് ആയിരിക്കും. അപ്പൊ ആ കമ്പനിയുടെ ആകാം ഒരു പ്രൊജക്ട്, അല്ലെങ്കിൽ വേറെ കമ്പനിയുടെ ആകാം. ഓക്കെ, പ്രൊജക്ടിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ മാത്രമേ ഒരു പ്രൊജക്ട് ഉണ്ടാകും. ആ പ്രോഡക്റ്റ് പിന്നെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പ്രൊജക്ട് ചെയ്യില്ല. ആ പണി ചെയ്യുന്നത് ഓപ്പറേഷനാണ്. ഫോർ എക്സാമ്പിൾ, ഓപ്പറേഷൻ ജോബിന്റെ പ്രത്യേകത, ഓപ്പറേഷൻ ജോബ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല. പിന്നെ അത് നിൽക്കണമെങ്കിൽ കമ്പനി കൂട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ജോബിൽ നിന്ന് പിരിച്ചുകൂടി അങ്ങനെ ചെയ്യണം. അതാണ് ഓപ്പറേഷൻ ജോബ്. ഓപ്പറേഷൻ ജോബിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് യുണീക്ക് അല്ല, റിപ്പീറ്റേഷൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു പുതിയ മോഡൽ ബൈക്ക് ഇറങ്ങി. ഓക്കെ, ഫോർ എക്സാമ്പിൾ റോയൽ എൻഫീൽഡിന്റെ ഒരു ബൈക്ക് ഇറങ്ങിയിരിക്കുക. പുതിയൊരു മോഡൽ ഉണ്ടാക്കാൻ നേരം അവർ അതിനുവേണ്ടി മാത്രം ഒരു പ്രൊജക്ട് ചെയ്യുക. അതിനുവേണ്ടി ഡിസൈൻ ഒക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തൊരു മോഡൽ ബൈക്കാണ്. ഓക്കെ, ആ ബൈക്ക് ഇറങ്ങിയതിനു ശേഷം ആ ബൈക്ക് നല്ല ഹിറ്റായി. അപ്പൊ ഈ ബൈക്കിന്റെ റിപ്പീറ്റ് സാധനം ഉണ്ടാകും. അപ്പൊ അത് ചെയ്യുന്നത് ഓപ്പറേഷൻകാരെ കൊടുത്ത് അവര് അത് പ്രൊഡക്ഷൻ ചെയ്യും, റിപ്പീറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ. ഇനി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ളത് പിരമിഡ്, വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു പണ്ടുള്ളത്. താജ്മഹൽ ഒരു പ്രൊജക്റ്റാണ്. ബുർജ് ഒരു പ്രൊജക്റ്റാണ്. കൊച്ചിൻ മെട്രോ പ്രൊജക്റ്റാണ്. ഇതൊക്കെയാണ് പ്രൊജക്ട്സ്. മെക്കാനിക്കലോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ പ്ലാന്റ് ഉണ്ടാകുന്നു പ്രൊജക്ട്. റിഫൈനറി, ഇപ്പൊ കൊച്ചിൻ റിഫൈനറി, അതിന്റെ എക്സ്പാൻഷൻ വർക്ക് ചെറിയൊരു ഏരിയ, അതൊരു പ്രൊജക്റ്റാണ്. ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്, അവിടെ നടത്തുന്ന എല്ലാ പ്രൊജക്ട്സ്, പുതിയ സംഭവങ്ങൾ, പൈപ്പ് ലൈൻ, പുതിയ പൈപ്പ് ലൈൻ ഇടുക, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ കളഞ്ഞിട്ട് വേറെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക, എല്ലാം പ്രൊജക്ട്സ്. ഇനി ഓപ്പറേഷൻ ജോബ്സ് പറഞ്ഞു കഴിഞ്ഞാലോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ജോബ്സ് ഗവൺമെന്റ് ജോബ്സ്. നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സാം ഒക്കെ എഴുതിയിട്ട് ഒരു ഗവൺമെന്റ് ജോബിൽ കയറുകയെന്നായിരിക്കും. അപ്പൊ അത് എന്താ, നിങ്ങൾ കയറുക, പിന്നെ നിങ്ങൾക്ക് ഇനി ജീവിതം എന്താ പറയുക, പെൻഷൻ ആവുന്നതിനും വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ജോബായിരിക്കും. അത് ടീച്ചിങ് ഓപ്പറേഷനാണ്. എല്ലാ ദിവസവും വന്ന് സെയിം പരിപാടി തന്നെ ചെയ്യുക, അതിങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇനി ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഓപ്പറേഷൻ ജോബ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ഒരു 2-3 മാസം കൊണ്ട് തന്നെ ഏകദേശം അവിടെ ചെയ്യാനുള്ള വർക്കുകൾ പഠിക്കും. എന്നിട്ട് അത് തന്നെ നിങ്ങൾ ലൈഫ് ലോങ് അല്ല, ആ ഒരു ഇത് ചെയ്യുന്ന റിപ്പീറ്റ് ഇങ്ങനെ ചെയ്തു പോകൊണ്ടിരിക്കും. അതായത് ഇച്ചിരി മടുപ്പൊക്കെ ഫീൽ ചെയ്യും ഈ ഓപ്പറേഷൻ ജോബിൽ ആദ്യം തന്നെ കയറി കഴിഞ്ഞാൽ. പ്രൊജക്ട് ജോബിൽ കയറി കഴിഞ്ഞാൽ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒരു പ്രൊജക്റ്റിൽ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും, ആ പ്രൊജക്ട് കഴിഞ്ഞു, നെക്സ്റ്റ് എൻ്റർലി ഡിഫറെന്റ് വേറൊരു പ്രൊജക്റ്റ് ആയിരിക്കും. ആ സെയിം കാറ്റഗറി ആയി തന്നെ ഡിസൈനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും, അവിടുത്തെ എൻവോൾവ്മെന്റ് വ്യത്യാസം കാണും. നിങ്ങൾ വേറൊരു എൻവോൾവ്മെന്റിലായിരിക്കും വർക്ക് ചെയ്യണം. സോ അതാണ് പ്രൊജക്ട്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് പ്രൊജക്ട്സിലാണ്, മെക്കാനിക്കലിലും സിവിലിലും. ഇപ്പൊ എല്ലാവരും സിവിൽ മെക്കാനിക്കൽ കഴിഞ്ഞ് വെളിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ബിൽഡിങ്സ് വർക്ക്. സോ ഞാൻ ബേസിക്കലി ഒരു പ്ലാനിങ് എഞ്ചിനീയറാണ്. അപ്പൊ ഞാൻ വരുന്നത് പ്രൊജക്ട് ഫീൽഡിൽ നിന്നാണ്. പ്രൊജക്ട്സിലുള്ള ജോബിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. ഓപ്പറേഷൻ ജോബ്സ് ഉണ്ട് ഒരുപാട്, അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല, സോ അത് ഞാൻ പറയുന്നില്ല. പ്രൊജക്റ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഒരു പ്രൊജക്ട് എടുക്കാം. ഉദാഹരണമായിട്ട് കൊച്ചിൻ മെട്രോ എടുക്കാം. കൊച്ചിൻ മെട്രോ ഏതൊരു പ്രൊജക്റ്റ് ആയാലും കടന്നു പോകുന്നത് 4 സ്റ്റേജസിലാണ്. 4 സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സ്റ്റേജ് നടക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് കൊച്ചിൻ മെട്രോ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ആ കൊച്ചിൻ മെട്രോയുടെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ ഇരിക്കണം, അതിന്റെ ഫുൾ സ്ട്രക്ചർ ഡിസൈൻ. സോ ഡിസൈനിങ് ആണ് ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്. അതന്നെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യോഗ്യത വേണം? ബിടെക് കൂടാതെ ഡിസൈനിങ് പറയണമെങ്കിൽ എന്താ വേണ്ടത്? സോഫ്റ്റ്വെയർ സ്കിൽ. മെയിൻ ആയിട്ട് ബേസിക് ഡിസൈനിങ് നമ്മൾ ക്യാഡ് പഠിക്കാം. പിന്നെ ഉണ്ടല്ലോ കുറെ എണ്ണം, വേറെ എന്തൊക്കെയാണ് ഡിസൈൻസ്, ഇതൊക്കെ മെക്കാനിക്കൽ റിലേറ്റഡ്. സിവിൽ റിലേറ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഡ്, അപ്പൊ സിവിൽ റിലേറ്റഡ് കുറച്ച് ഡിസൈൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്, മെക്കാനിക്കൽ റിലേറ്റഡ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ
എഞ്ചിനീയറിംഗ് സെക്ഷൻ, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഏതെങ്കിലും ഒരു ജോബ്സ് പ്രൊജക്റ്റ്. അതാണ് നിങ്ങൾക്ക് ഫ്രഷേഴ്സിനുള്ള എഞ്ചിനീയറിംഗിലുള്ള ജോബ് ചാൻസ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഡിസൈനൊക്കെ കഴിഞ്ഞു, കുറെ ഡ്രോയിങ്സ് ഒക്കെ റെഡി ആക്കി വെച്ചേക്കൊന്ന് കഴിയും. നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് പ്രൊക്യൂർമെന്റ്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് നമ്മുടെ ഡിസൈനിൽ വരച്ച് റെഡിയാക്കി കുറെ ഡ്രോയിങ്സ് വെച്ചിട്ടില്ല, ആ ഡ്രോയിങ്സിൽ പറഞ്ഞേക്കുന്നതോടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. ഇതാണ് പ്രൊക്യൂർമെന്റ് സ്റ്റേജ് നടക്കുന്നത്. അപ്പൊ പ്രൊക്യൂർമെന്റിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്തായിട്ടായിരിക്കും? പ്രൊക്യൂർമെന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എഞ്ചിനീയർ, സെയിൽസ് എഞ്ചിനീയർ, അതായത് വാങ്ങിക്കുക വിൽക്കുക എന്നുള്ള ആ ഒരു രീതിയിലുള്ള ജോബ് ആയിരിക്കും വരിക. സോ ഒരു പ്രൊക്യൂർമെന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സെയിൽസ് എഞ്ചിനീയർ ഇതാകണമെങ്കിൽ ഉള്ള യോഗ്യത എന്താ? ബിടെക് അല്ലാതെ എന്തെങ്കിലും പ്രത്യേക സോഫ്റ്റ്വെയർ പഠിക്കേണ്ടായിരുന്നോ നിങ്ങളുടെ അറിവിൽ? വേണ്ട. നോർമലി അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യം നിങ്ങളെ ട്രെയിനി ആയിട്ടോ എന്തെങ്കിലും കേട്ടും, പിന്നെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ട്രെയിൻ ചെയ്യും. അല്ലാതെ ഇതിന് നമ്മുടെ ക്യാഡ് ഫേമസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇല്ല. പിന്നെ ഒരെണ്ണമുണ്ട് സാപ്പ് എന്ന് പറഞ്ഞത്, ബട്ട് അത് കോസ്റ്റ്ലി സോഫ്റ്റ്വെയർ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഒരു സംശയം എന്താ വെച്ചാല്, ഇതിപ്പോ പ്രൊക്യൂർമെന്റ് നമ്മൾ പോയി പർച്ചേസ് ചെയ്യല്ലേ, അപ്പൊ ഇതിന് എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെ വേണമെന്നുണ്ടോ? ടെക്നിക്കാലിറ്റി അറിയാവുന്ന എന്തെങ്കിലും ആൾക്കാർ ഇപ്പൊ എഞ്ചിനീയറിംഗ് ഒരു ഡ്രോയിങ് ഒക്കെ നോക്കി ഒരു സാധനം പർച്ചേസ് ഒക്കെ ചെയ്ത് അതിന്റെ ആ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഒരു കൺസെപ്റ്റ് അതിന്റെ ഒരു എഞ്ചിനീയർ ആണ് ആപ്റ്റ് എന്നുള്ള രീതിയിലാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 4 വർഷം പഠിക്കുന്ന കാര്യങ്ങളല്ലേ സത്യം പറഞ്ഞാൽ അതൊന്നും ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ പല ഫീൽഡിലും, എല്ലാ ഫീൽഡിലും അല്ല, ഇപ്പൊ പ്രൊജക്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യും, ഡിസൈനിങ്ങിലൊക്കെ ആയിരുന്നെങ്കിൽ കുറെ കാര്യങ്ങൾ ഫോർമുലാസ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യും. ബട്ട് ഈ പ്രൊക്യൂർമെന്റിലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്നും അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. അതേപോലെ ഇനി അങ്ങോട്ട് സൈറ്റിലായാലും കുറച്ച് കാര്യങ്ങൾ മാത്രം. സോ ഈ താൻ ചോദിച്ചോണം അവിടെ ഒരു എഞ്ചിനീയർ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഈ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ, ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്ന കോമ്പോസിഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. സോ അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കാൻ ഒരു എഞ്ചിനീയർക്ക് പറ്റൂ എന്നുള്ള കൺസെപ്റ്റിലായിരിക്കാം. എന്തായാലും അവിടെ ചാൻസ് ഉണ്ട്, ഒരുപാട് ചാൻസ് ഉണ്ട് പ്രൊക്യൂർമെന്റിന്. അപ്പൊ അതാണ് പ്രൊക്യൂർമെന്റ് സ്റ്റേജിലുള്ള ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ എഞ്ചിനീയറിംഗ് ആയി പ്രൊക്യൂർമെന്റ് ആയി. നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് കൺസ്ട്രക്ഷൻ. ഈ കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, മെയിൻ ആയിട്ട് ഫ്രഷേഴ്സ്. നിങ്ങളെല്ലാം കൂടെ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ പേര് എടുക്കുന്നത് ഈ കൺസ്ട്രക്ഷനിലേക്കായിരിക്കും. അപ്പം കൺസ്ട്രക്ഷൻ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ എഞ്ചിനീയറിംഗിൽ വരച്ചു വെച്ചിരിക്കുന്ന ഡ്രോയിങ്സും പ്രൊക്യൂർമെന്റിൽ വാങ്ങിക്കൂട്ടിയ മെറ്റീരിയൽസും ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യും. ഇനി കൺസ്ട്രക്ഷൻ പറ്റി ഇച്ചിരി ഡീറ്റെയിൽഡ് പറയാനുണ്ട്, അതോടെ നിൽക്കട്ടെ. കൺസ്ട്രക്ഷൻ സ്റ്റേജ് കഴിഞ്ഞു വരിക, പിന്നെ ഒരു ഫൈനൽ സ്റ്റേജ് വരും. എന്ന് നമ്മൾ പറയുന്ന പേരാണ് കമ്മീഷൻ. കമ്മീഷനിങ് നമ്മൾ ചെയ്യുന്ന പരിപാടി കൺസ്ട്രക്ഷനിൽ കൺസ്ട്രക്ട് ചെയ്ത ആ സംഭവം ക്ലയന്റ് പറഞ്ഞ രീതിയിൽ തന്നെ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ ഈ കൊച്ചിൻ മെട്രോ കമ്മീഷനിങ് ചെയ്യുന്ന ഒരു വാർത്തയൊക്കെ വന്നില്ല, ഇത് കഴിഞ്ഞ ശേഷം കമ്മീഷൻ ചെയ്യാൻ ക്ലയന്റ് അത് കമ്മീഷൻ ചെയ്ത ടൈമിൽ ക്ലയന്റ് വരും, പിന്നെ ഓർഡർ വരും, അവർ ചെക്ക് ചെയ്യും എല്ലാം ഓക്കെ ആണോ. അങ്ങനെ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ള ഹാൻഡ് ഓവർ ചെയ്യും. ആ കമ്മീഷൻ കഴിഞ്ഞ ശേഷമാണ് ഹാൻഡ് ഓവർ ചെയ്യും. ഇതാണ് ഒരു പ്രൊജക്റ്റിൽ നടക്കുന്ന 4 മെയിൻ സ്റ്റേജസ്. ഈ 4 സ്റ്റേജസിനും ഇത് കമ്മീഷനിങ്ങിൽ ഒരു ഫ്രഷർക്ക് ചാൻസ് കുറവാണ്. കാരണം കമ്മീഷനിൽ എപ്പോഴും എക്സ്പീരിയൻസ് എഞ്ചിനീയർ ആയിരിക്കും വരിക. കമ്മീഷനിങ് എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ ഈ കൺസ്ട്രക്ഷനിലും എഞ്ചിനീയറിലും ഒക്കെ നിർമ്മിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് മിക്കവാറും അങ്ങോട്ട് എടുക്കുക. ഓക്കെ, സോ കമ്മീഷനിങ്ങിൽ ഫ്രഷറിന് ചാൻസ് കുറവാണ്. പിന്നെ ട്രെയിനിയൊക്കെ എടുക്കുമെങ്കിൽ എടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് 4 സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ് എഞ്ചിനീയറിംഗ്, ഡിസൈനിങ് നടക്കുന്ന സ്റ്റേജ്, ഡിസൈനിങ് ഡോക്യുമെന്റേഷൻ വർക്ക് എല്ലാവരും സ്റ്റേജിലാണ് നടക്കുക, പേപ്പറിലായിരുന്നു. അതിനുശേഷം പ്രൊക്യൂർമെന്റ് സ്റ്റേജ് വരും, അതിനുശേഷം കൺസ്ട്രക്ഷൻ, കമ്മീഷനിങ്. ഇനി നമുക്ക് കൺസ്ട്രക്ഷനെ പറ്റി പറയാം. കൺസ്ട്രക്ഷനിലാണ് ഏറ്റവും കൂടുതൽ ജോബ് ചാൻസ് ഉള്ളത്. കൺസ്ട്രക്ഷനിൽ മെയിൻ ആയിട്ട് എഞ്ചിനീയർക്ക് 4 പൊസിഷനിൽ കയറാൻ പറ്റും. ഒരു ഫ്രഷ് എഞ്ചിനീയർ പൊസിഷൻസ് ഒരുപാടുണ്ട്. നമ്മൾ ഈ പറയുന്നതൊക്കെ ഫ്രഷേഴ്സ് നിങ്ങൾക്ക് കയറാൻ പറ്റിയ, അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, 4 പൊസിഷൻ. ഫസ്റ്റ് പൊസിഷൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് സൈറ്റ് എഞ്ചിനീയർ. സൈറ്റ് എഞ്ചിനീയർ എന്ന് വിളിക്കാം, എക്സിക്യൂഷൻ എഞ്ചിനീയർ എന്ന് വിളിക്കാം. ഈ 2 പേരാണ് മെയിൻ ആയിട്ട് ഉള്ളതെന്ന് തോന്നുന്നത്. ഓക്കെ, ഇതാണ് സൈറ്റ് എഞ്ചിനീയർ. അതായത് കൺസ്ട്രക്ഷനുള്ള ഒരു പൊസിഷനാണ് സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ എക്സിക്യൂഷൻ എഞ്ചിനീയർ. അവരുടെ വർക്ക് എന്താണ്? സൈറ്റിൽ പോയി വർക്ക് ചെയ്യാം. സൈറ്റിലായിരിക്കും അവരുടെ പണി. ഡ്രോയിങ്സ് കാണും, ഡ്രോയിങ്സ് നോക്കാം, സൈറ്റിൽ പോയിട്ട് ആ ഡ്രോയിങ് പറഞ്ഞ രീതിയിൽ വർക്കേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ സൂപ്പർവൈസറെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. അതാണ് സൈറ്റ് എഞ്ചിനീയർ. നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് എഞ്ചിനീയർ. ഓക്കെ, പ്ലാനിങ് എഞ്ചിനീയറുടെ ജോബ് എന്താണ്? അതിനൊക്കെ ഒരു കാര്യം, സൈറ്റ് എഞ്ചിനീയർ ആവണമെന്നുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഇനിയായിട്ട് എന്തെങ്കിലും പ്രത്യേക ബിടെക് വേണം, ബിടെക് എല്ലാത്തിനും വേണം. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയണമെന്നുണ്ടോ? സൈറ്റിൽ വർക്ക് ചെയ്യണമെന്നില്ല. ക്യാഡ് ക്യാഡ് വരും. കാരണം ഡ്രോയിങ്സ് എല്ലാം മിക്കവാറും കിട്ടിയ ക്യാഡ് ഫയലായിരിക്കും. സോ അതൊക്കെ തുറക്കാൻ റീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ എക്സൽ എന്ന് പറയുന്ന സാധനമുണ്ട്. MS ഓഫീസിലെ ഒരു സോഫ്റ്റ്വെയർ എക്സൽ അറിഞ്ഞിരിക്കണം. ബട്ട് എക്സൽ എന്ന് പറയുന്നത് ഒരു കടൽ പോലാണ്. സോ അത് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല.
ബട്ട് ആ വർക്ക് ചെയ്ത ടൈമിൽ പഠിച്ചു പോവാ. എക്സൽ ഒരു മെയിൻ ടൂളാണ്, ക്യാഡും എക്സൽ. ഓക്കെ, സോ ഇത്രയൊക്കെ മതി സൈറ്റ് എഞ്ചിനീയറായിട്ട് കാണാൻ പറ്റും. ഇനി പ്ലാനിങ് എഞ്ചിനീയർ, കൺസ്ട്രക്ഷനുള്ള വേറൊരു പൊസിഷൻ, മെയിൻ പൊസിഷനാണ്. പ്ലാനിങ് എഞ്ചിനീയറുടെ റോള് എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്ക്, ചെയ്യേണ്ട വർക്ക് പ്ലാൻ ചെയ്യുക, ആ പ്ലാനിനനുസരിച്ച് എക്സിക്യൂഷൻ എഞ്ചിനീയറെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. പ്ലാനിങ് എഞ്ചിനീയറെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം, കുറച്ച് കൂടുതലായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ പ്ലാനിങ് എഞ്ചിനീയറാണ് ബേസിക്കലി, സോ ഞാൻ അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ പറഞ്ഞുതരാം, അതോടെ ഇരിക്കട്ടെ. അപ്പം എക്സിക്യൂഷൻ എഞ്ചിനീയറായി, പ്ലാനിങ് എഞ്ചിനീയറായി, നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റി, QA/QC എഞ്ചിനീയർ, ക്വാളിറ്റി എഞ്ചിനീയർ. ഒരു ക്വാളിറ്റി എഞ്ചിനീയർ ആവാൻ ബിടെക് അല്ലാതെ വേറെ നമ്മൾ പഠിക്കണം. അതിന്റെ ആ സർട്ടിഫിക്കറ്റ് വേറെ NDA level 2 കുറെ കോഴ്സുകളാണ്. ബേസിക്കലി NDA level 2 അങ്ങനെയൊക്കെ ഒരു കോഴ്സ് ഉണ്ട്. സോ ആ സർട്ടിഫിക്കേഷൻ അത് കിട്ടിയാൽ മാത്രമേ ക്വാളിറ്റി എഞ്ചിനീയർ കാണാൻ പറ്റൂ. ഓക്കെ, സോ ക്വാളിറ്റി റിലേറ്റഡ് സർട്ടിഫിക്കറ്റ് ആണ്. സോ ക്വാളിറ്റി എഞ്ചിനീയറുടെ ഫംഗ്ഷൻ എന്താണ്? ഒരു സൈറ്റ് എഞ്ചിനീയർ ഒരു സംഭവം കൺസ്ട്രക്ട് ചെയ്യാതെ വരിക, ആ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, പിന്നെ ആ ചെയ്യുന്ന വർക്കിംഗ് പ്രോസസ്സ് കറക്റ്റ് ആണോ അതൊക്കെ ചെക്ക് ചെയ്യുക, ആ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് ക്വാളിറ്റി എഞ്ചിനീയറാണ്. ഇച്ചിരി നല്ലൊരു പൊസിഷനാണ് ക്വാളിറ്റി എഞ്ചിനീയർ. ഇത്തിരി റിസ്ക് കൂടാണ്, കാരണം ക്വാളിറ്റി എഞ്ചിനീയറിന്റെ ഒരു സൈനിലായിരിക്കും ഫുൾ അപ്രൂവൽ. എന്തെങ്കിലും ആ പിന്നെ കൺസ്ട്രക്ട് ചെയ്യുന്ന സാധനത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ, ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ഒരു വീട് പണിഞ്ഞു അതിനുശേഷം ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ ആ പൊളിഞ്ഞു വീണെന്ന് വെച്ചോ, ഫുൾ ക്വാളിറ്റി എഞ്ചിനീയർ തലയിലായിരിക്കും. സോ ഇത്തിരി റിസ്കി പണിയാണ്, ബട്ട് നല്ല ഉയർച്ചയാറാകാൻ പറ്റുന്ന ഒരു പൊസിഷൻസ് ആണ്. ഒരുപാട് സർട്ടിഫിക്കേഷൻ ഉണ്ട് ക്വാളിറ്റി എഞ്ചിനീയർക്ക്, ഒരെണ്ണം പഠിച്ച് ഇങ്ങനെ കയറിപ്പാം. സോ ക്വാളിറ്റി എഞ്ചിനീയർ. അപ്പം സൈറ്റ് എഞ്ചിനീയറായി, പിന്നെ പ്ലാനിങ് എഞ്ചിനീയറായി, ക്വാളിറ്റി എഞ്ചിനീയറായി, പിന്നെ ഒരു മെയിൻ റോളാണ് സേഫ്റ്റി എഞ്ചിനീയർ. സേഫ്റ്റി എഞ്ചിനീയറിംഗ് എഞ്ചിനീയർ ആകണമെന്നുണ്ടെങ്കിൽ ബിടെക് അല്ലാതെ നമുക്ക് വേണ്ടത് സേഫ്റ്റി നെബോഷ് ആണ് സർട്ടിഫിക്കേഷൻ. വേറെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. സോ ബേസിക്കായിട്ട് എല്ലാവരും പറഞ്ഞേക്കുന്നതാണ് നെബോഷ്. വേറെ IOSH, ഓക്കെ, IOSH, നെബോഷ് അങ്ങനെയുള്ള കുറെ കോഴ്സുകൾ, അതൊക്കെ പഠിക്കുമ്പോഴാണ് സേഫ്റ്റിയിൽ കാണാൻ പറ്റും. ഇനി സേഫ്റ്റിയിൽ എഞ്ചിനീയേഴ്സ് അധികം വരില്ല. സേഫ്റ്റിയിൽ എന്ന് പറഞ്ഞാൽ മിക്കവാറുള്ളത് ഈ വേറെ എഞ്ചിനീയേഴ്സ് അല്ലാത്തവരും വന്ന് നെബോഷൊക്കെ പഠിക്കും. നെബോഷൊക്കെ പഠിച്ചിട്ട് നേരെ ഇതിലൊന്ന് കയറും സേഫ്റ്റി. സോ സേഫ്റ്റിയിൽ എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും, ബട്ട് സേഫ്റ്റിയിൽ എഞ്ചിനീയർ സേഫ്റ്റിയിൽ വന്നു കഴിഞ്ഞാൽ ടോപ്പ് പൊസിഷനിൽ ജോബ് എടുക്കണം. ഇതിനാണ് എൻ്റെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് മെയിൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇതിൽ തന്നെ പ്ലാനിങ്. ഈ പ്ലാനിങ് ആക്ച്വലി കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമല്ല, ഈ 4 സ്റ്റേജിലും ആക്ച്വലി അപ്ലൈ ആണ് പ്ലാനിങ് എഞ്ചിനീയറിംഗിലും, അതായത് ഒരു പ്രൊജക്ടിന്റെ ഫുൾ സ്റ്റേജിലും പ്ലാനിങ് എഞ്ചിനീയർ നിൽക്കും. ഈ കൺസ്ട്രക്ഷനിൽ സ്പെഷ്യലായിട്ട് ഒരു പ്ലാനിങ് എഞ്ചിനീയർ ഇടും, പ്രൊജക്ട് ഫുള്ളിൽ ഒരു പ്ലാനിങ് എഞ്ചിനീയർ, ചിലപ്പോൾ 2 പ്ലാനിങ് എഞ്ചിനീയർ ആണ്. കൺസ്ട്രക്ഷൻ മാത്രം നോക്കാൻ ഒരു പ്ലാനിങ് എഞ്ചിനീയർ, ഫുൾ പ്രൊജക്ട് നോക്കാൻ ഒരു പ്ലാനിങ് എഞ്ചിനീയർ. ഇനി ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആകാനുള്ള യോഗ്യത എന്താ പറയുക? ബിടെക് കൂടാതെ പ്ലാനിങ് സോഫ്റ്റ്വെയർ പഠിക്കണം. ഓക്കെ, അപ്പം പ്ലാനിങ് എഞ്ചിനീയറിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് സോഫ്റ്റ്വെയർ മെയിൻ ആയിട്ട് പ്രൈമവെറയാണ്. പ്രൈമവെറ P6 എന്ന് പറയും, ഇന്റർനാഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് പ്രൈമവെറ. വേറൊരു MS പ്രോജക്ട്. ചെറിയ കമ്പനീസിലും ചെറിയ പ്രോജക്റ്റിലൊക്കെ MS പ്രോജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഇതിന്റെ ഫംഗ്ഷൻ തിയറിറ്റിക്കൽ പാർട്ട് സെയിം ആണ്, അതിന്റെ ഇന്റർഫറൻസിലൊക്കെ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇനി പ്ലാനിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു പ്രൊജക്ട് എങ്ങനെയാണ് കിട്ടുന്നത്, ഒരു പ്രൊജക്ട് എങ്ങനെ ക്രിയേറ്റ് ആവുന്നത്? ഫോർ എക്സാമ്പിൾ കൊച്ചിൻ മെട്രോ എടുക്കുക. കൊച്ചിൻ മെട്രോ എന്ന് പറയുന്ന പ്രൊജക്ട് എങ്ങനെ അത് ഉണ്ടായത്, ആ കൺസെപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തത്, എവിടെ നിന്നാണ്, ആരുടെ, അല്ലെങ്കിൽ ആരാണ് ഓണർ കൊച്ചിൻ മെട്രോയുടെ? ആരാണ് കൊച്ചിൻ മെട്രോയുടെ ക്ലയന്റ്? കേരള സർക്കാർ. അപ്പൊ കേരള സർക്കാർ കൊച്ചിൻ മെട്രോ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അവിടെയാണ് ആ ഐഡിയയുടെ ജനറേഷൻ വരെ. സോ ഇതിന്റെ ഓണർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലയന്റ്. സോ ക്ലയന്റ് ആണ് കൺസെപ്റ്റ് കൊണ്ടുവരിക, കൊച്ചിൻ മെട്രോ ഉണ്ടാക്കണം. അപ്പൊ നെക്സ്റ്റ് പരിപാടി എന്താണ്? ഇത് ക്രിയേറ്റ് ചെയ്യണം. ഐഡിയ ക്രിയേറ്റ് ആയി. അപ്പൊ ഇവര് കൊച്ചിൻ മെട്രോയ്ക്ക് എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് വേണമെന്നുള്ളത് ഇവരവരുടെ ക്ലയന്റിന്റെ എഞ്ചിനീയറൊക്കെ ഡിഫൈൻ ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാകും. ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണം, ഇവിടെ തൊട്ട് ഇവിടം വരെ നീളം വേണം, കുറെ സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ടാകും. എന്നിട്ട് ഈ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് അവര് ടെൻഡർ വിളിക്കും. ടെൻഡർ വിളിക്കുക എന്ന് പറഞ്ഞ പ്രോസസ് അറിയാം എന്താണ്? അതായത് കോൺട്രാക്ട്, അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്ടേഴ്സിനെ ക്ഷണിക്കുകയാണ്. സോ അപ്പൊ ഈ ഇവർക്ക് വേണ്ട സ്പെസിഫിക്കേഷൻസ് അവരുടെ ഫ്രണ്ടിൽ വരും. അപ്പൊ എന്താ ചെയ്യുക, കോൺട്രാക്ടേഴ്സ് കുറേ പേര് വന്നിട്ട് ഈ സംഭവം കൊണ്ടുപോയിട്ട് അവർ അനലൈസ് ചെയ്ത് പഠിച്ചിട്ട് എത്ര രൂപയ്ക്ക് എത്ര ടൈമിനുള്ളിലും ഈ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് അവരൊരു എസ്റ്റിമേഷൻ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ക്ലയന്റിന് കൊടുക്കും. ഇതിനാണ് ബിഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കുറെ കോൺട്രാക്ടേഴ്സ് ഒന്ന് അപ്ലൈ ചെയ്യും, ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തരാം, അങ്ങനെയാണ് പറയും. അപ്പൊ ക്ലയന്റ് എന്താ ചെയ്യുക, അതിൽ നിന്ന് നല്ലൊരു കോൺട്രാക്ടറെയും
കുറഞ്ഞ റേറ്റ് പറഞ്ഞവരെ കുറഞ്ഞ ആ മൊത്തത്തിലൊരു ഇതൊന്ന് അനലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യും, എന്നിട്ട് ആ വർക്ക് അവർ ഏൽപ്പിക്കും. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാം, ഈ കോൺട്രാക്ടർ എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിന് ഇത്ര പൈസയും ഇത്ര ടൈമിനുള്ളിൽ ചെയ്യാമെന്ന് പറയണത്? കോൺട്രാക്ടർ എങ്ങനെ പറയാൻ പറ്റും? പ്ലാനിങ് ചെയ്യാം. പ്ലാനിങ് അപ്പം അവിടെ എന്താ ആ ഒരു പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത് അറിയാം. അതായത് ഇത് രണ്ട് ഇതാണ്. നോർമലായിട്ട് എസ്റ്റിമേഷൻ എഞ്ചിനീയർ എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ട്, എസ്റ്റിമേഷൻ എഞ്ചിനീയർ. അവരാണ് ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ബട്ട് അത് ആക്ച്വലി ഒരു പ്ലാനിന്റെ റോളാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ചെയ്യേണ്ട വർക്ക് മൊത്തം ഇവര് ആക്ടിവിറ്റി ബേസിസ് സ്പ്ലിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകുന്ന ഇപ്പോൾ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാം. ഫൗണ്ടേഷൻ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം ആ ഏരിയ ക്ലീൻ ചെയ്യാം. നോർമൽ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് പറയാം, 2-3 ആക്ടിവിറ്റീസ് മാത്രം. ഏരിയ ക്ലീൻ ചെയ്യുക, അതിനുശേഷം അവിടെ കുഴിക്കതിന് ശേഷം ഇപ്പൊ നമ്മൾ നോർമൽ വീട് ഉണ്ടാക്കാന്നുള്ള കൺസെപ്റ്റ് അത് വരിക. അപ്പൊ എന്താ കല്ലിട്ട് വെക്കുക, അതിനുള്ള സിമെന്റ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആക്ടിവിറ്റി സ്റ്റെപ്സ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീൻ. അപ്പൊ അതിന് എത്ര ദിവസം വേണമെന്ന് ആലോചിക്കും. ഇപ്പൊ സപ്പോസ് അതിന് 2 ദിവസം വേണം. അപ്പൊ നമ്മൾ ക്ലീനിങ്ങിന് 2 ദിവസം കൊടുത്തു. അതിനുശേഷം വരുന്ന ആക്ടിവിറ്റി എന്താണ്? കുഴിക്കൽ എന്ന് പറയുന്ന സംഭവം. അപ്പൊ അതിനൊരു 5 ദിവസം വേണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ആക്ടിവിറ്റിക്ക് ശേഷം അതിനെടുത്തു. കുഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ? കല്ലിട്ട് സംഭവം ചെയ്യാം. അപ്പൊ ആ ആക്ടിവിറ്റി അതിനുശേഷം എടുത്തു. ഇങ്ങനെ ഈ ആക്ടിവിറ്റി നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് ഒന്നിനു ശേഷം ഒന്നായിട്ട് അറേഞ്ച് ചെയ്തു. ഈ പ്രൊജക്ട്സിൽ സംഭവിക്കുന്നതാണ്. ആദ്യമേ നമ്മൾ ഈ പ്രൊജക്ട് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് അപ്പൊ ഈ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡ്യൂറേഷൻ കിട്ടും അല്ലെ? എന്ന് തുടങ്ങണം, ഇതെല്ലാം അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും എന്ന് തീരും. അപ്പൊ ആ ഏകദേശം ഡ്യൂറേഷൻ കിട്ടും. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്. എന്നിട്ട് എന്താ സംബന്ധിച്ച് നമുക്ക് ഇനി കോസ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത് അറിയാം? ഫസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത പീസ് ഇല്ല. ഇപ്പൊ ഉദാഹരണം ഈ ഫൗണ്ടേഷൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ വേണ്ടി വരും? മനുഷ്യരാരൊക്കെ വേണ്ടി വരും? മെറ്റീരിയൽസ് എന്തൊക്കെ വേണ്ടി വരും? ഇക്വിപ്മെന്റ്സ് എന്തൊക്കെ വേണ്ടി വരും? ഇത് മൂന്നും നമ്മൾ അവിടെ ലിസ്റ്റ് ചെയ്യും. ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ആൾ വേണം, ചൂല് വേണം, പിന്നെ വേറെ എന്താ? ഇക്വിപ്മെന്റ് എന്താ വേണ്ടത്? ഇക്വിപ്മെന്റ് ചൂല് ഇക്വിപ്മെന്റ് ആണ്. പിന്നെ മെറ്റീരിയൽ എന്തെങ്കിലും വേണം. ഈ കേസിൽ മെറ്റീരിയൽ ഒന്നും വേണ്ട. ക്ലീനിങ്ങിന്റെ കേസിൽ ഇപ്പൊ മെറ്റീരിയൽ എന്താ അത് ആയി. എന്നിട്ട് ഇത് ഓരോന്നിന്റെ കോസ്റ്റ് പിന്നെ അങ്ങനെ ആൽപ്പിട്ടില്ല. 2 ആൾ വേണം. ഇപ്പൊ 2 ആൾ 2 ദിവസം വർക്ക് ചെയ്യണമെങ്കിൽ എത്ര വേണം? നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, അറിയാൻ പറ്റും. മെറ്റീരിയൽ ഇപ്പൊ ചൂല് വേണം. ചൂല് വേണമെങ്കിൽ എത്ര രൂപ അറിയാൻ പറ്റുമല്ലോ, അതവിടെ എഴുതും. ഇനി മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതും. അതെല്ലാം കൂട്ടുമ്പോൾ ആക്ടിവിറ്റിയുടെ കോസ്റ്റ് ഇട്ടില്ല. ഇങ്ങനെ നമ്മൾ എല്ലാ ആക്ടിവിറ്റി കൂട്ടി എന്നിട്ട് എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേന് നമുക്ക് മൊത്തത്തിലുള്ള ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പ്രൈസ് കിട്ടും. ഇതിന്റെ കൂടെ നമുക്ക് വേണ്ട പ്രോഫിറ്റ് കൂടെ അവരാണ്. ഇത്രയും അങ്ങോട്ട് ചെയ്തിട്ട് നേരെ കൊണ്ട് ക്ലയന്റ് ഈ ബിൽഡിംഗ് സ്റ്റേജിൽ കൊടുക്കും. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കുറച്ചുകൂടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞ് ഇതാണ് നടക്കുന്നത്. ഈ സംഭവമൊക്കെ ചെയ്യുന്നതാണ് പ്ലാനിങ് എഞ്ചിനീയർ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ എഞ്ചിനീയർ. അത് റോൾ ഡിഫൈൻ ചെയ്യും. മെയിനായിട്ട് പ്ലാനിങ്ങിന്റെ പണിയാണ്. ഓക്കെ, ഇതാണ് ഒരു പ്രൊജക്റ്റിലെ പ്ലാനിങ് എഞ്ചിനീയർ ആദ്യം ചെയ്യുന്ന പണി. എന്നിട്ട് അപ്പം സപ്പോസ് പ്രൊജക്ട് കിട്ടിയത് വരിക. ഇനി എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സൈറ്റിൽ ഇത് കൺസ്ട്രക്ട് ചെയ്യണ്ടേ? അല്ല, കൺസ്ട്രക്ട് അല്ല. ആദ്യമേ പ്രൊജക്ട് കിട്ടി കഴിഞ്ഞാൽ ആദ്യമേ തുടങ്ങുന്ന സ്റ്റേജ് എഞ്ചിനീയറിംഗ് സ്റ്റേജ്. എഞ്ചിനീയറിംഗ് സ്റ്റേജിൽ ഓരോ എഞ്ചിനീയറിംഗ് സ്റ്റേജിൽ ഇപ്പോൾ 1ാമത്തെ ദിവസമാണ്. കുറെ ഡിസൈൻ എഞ്ചിനീയേഴ്സ് വന്നു. അവരെന്ത് പണിയാണ് ചെയ്യേണ്ടത്? ആര് പറഞ്ഞു കൊടുക്കുന്നത്? അതാണ് പ്ലാനിൽ നിന്നും. പ്ലാനിങ് എഞ്ചിനീയർ ഒരു പ്ലാൻ ഉണ്ടാക്കി കാണും. പ്ലാനിങ് എഞ്ചിനീയർ മെയിൻ ഫംഗ്ഷൻ ഈ പ്രൊജക്ട് ഫുൾ എങ്ങനെ നടക്കണമെന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. അത് ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പ്രൈമറ പോലെ സോഫ്റ്റ്വെയർസ്. അതിനകത്ത് ആയിരക്കണക്കിന് ആക്ടിവിറ്റീസ് ആണ് എല്ലാ സ്റ്റേജിലുള്ള. ഈ പ്ലാനിൽ കാണും നിങ്ങൾ 1ാമത്തെ ദിവസം എഞ്ചിനീയറിംഗ് ടീം എന്താണ് ചെയ്യേണ്ടത്. അത് പ്ലാനിങ് എഞ്ചിനീയർ ഡിസൈൻ എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ അവരുടെ മാനേജർക്കോ പ്രൊവൈഡ് ചെയ്യും. ആ പ്ലാൻ പ്രകാരമാണ് വർക്ക് തുടങ്ങുന്നത്. ഒരിക്കലും പ്ലാൻ പ്രകാരം അതേപോലെ വർക്ക് പോകില്ല. ആക്ച്വൽ കണ്ടീഷൻ ഡിലേ ആവും. അപ്പൊ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പ്ലാനിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആക്ച്വൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പ്ലാൻ ഇതായിരുന്നു, ബട്ട് യഥാർത്ഥത്തിൽ നടന്നില്ല, അല്ലെങ്കിൽ നടന്നു. അങ്ങനെ നമുക്ക് റെക്കോർഡ് പറഞ്ഞു. ഈ റെക്കോർഡിംഗ് അനുസരിച്ചിട്ട് നമുക്ക് ഏറ്റക്കുറച്ചിൽ അറിയാൻ പറ്റും. അതായത് ഇന്നത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് ഈ പ്രൊജക്ട് നമ്മൾ പ്ലാൻ ചെയ്ത ഡേറ്റ് തന്നെ തീരുവോ ഇല്ലയോ ഇതൊക്കെ നമുക്ക് സോഫ്റ്റ്വെയറിൽ അറിയാൻ പറ്റും. പ്ലാനിങ് എഞ്ചിനീയറുടെ പണി എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ട് ത്രൂ ഔട്ട് ഫസ്റ്റ് പണി പ്ലാനിങ് എഞ്ചിനീയറെ പ്ലാൻ ചെയ്യാം. ഫുള്ള് പ്ലാൻ ചെയ്തൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ അനുസരിച്ചിട്ട് എഞ്ചിനീയേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. ഓക്കെ, ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയും. അതായത് പ്രൊജക്ട് ത്രൂ ഔട്ട് പ്ലാനിങ് എഞ്ചിനീയർ മോണിറ്റർ ചെയ്യും. ഈ പ്രൊജക്ട് ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഡേറ്റിന് തീരുവോ, നഷ്ടം ഉണ്ടാവുമോ, നഷ്ടം ഉണ്ടാവുമെങ്കിൽ എത്ര രൂപ നഷ്ടം ഉണ്ടാവും, എല്ലാം പ്ലാനിങ് എഞ്ചിനീയർ ഡേ 1 തൊട്ട് മോണിറ്റർ ചെയ്യും. എന്നിട്ട് ഈ മോണിറ്റർ ചെയ്തിട്ട് ഈ റിപ്പോർട്ട് വരുമല്ലോ, ഇത് നേരെ മാനേജ്മെന്റ് കൈമാറും. ഇങ്ങനെയാണ് മാനേജ്മെന്റ് അറിയുന്നത് ഈ പ്രൊജക്ട് മുന്നോട്ടാണോ പിന്നോട്ടാണോ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എല്ലാ കാര്യങ്ങളും. സോ സത്യം പറഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഭയങ്കര സ്ട്രോങ് റോളാണ്. സോ ഇതാണ് പ്ലാനിങ്. ഇപ്പൊ ഞാൻ പ്ലാനിങ് ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നല്ലൊരു പ്ലാനിങ് എഞ്ചിനീയർ ആവണമെങ്കിൽ നിങ്ങൾക്ക്
പ്ലാനിങ് നോളജ് മാത്രം പോരാ, സൈറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകണം. എന്നാൽ മാത്രം നല്ലൊരു പ്ലാനിങ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 1-2 വർഷം നിങ്ങൾക്ക് സൈറ്റിൽ വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ സൈറ്റിലൊരു ഐഡിയ കിട്ടും. അതിനുശേഷം പ്ലാനിങ്ങിലേക്ക് കയറാം. ഈ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് പ്ലാനിങ് അല്ലെങ്കിൽ പ്രൈമറ അല്ലെങ്കിൽ MS Word പോലെ സോഫ്റ്റ്വെയറോടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യൂ പോയിന്റ് മാറും. നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പ്ലാനിങ് രീതിയിലേക്ക് ചിന്തിക്കുകയാണ്. എന്നിട്ട് പ്ലാനിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി പ്ലാനിങ്ങിൽ കയറി കഴിഞ്ഞാൽ വേറെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി മാനേജ്മെന്റ് വർക്കാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് മാനേജ്മെന്റ് ലെവലിലേക്ക് കയറാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഏരിയയാണ് പ്ലാനിങ്. പ്രൊജക്ട് മാനേജറൊക്കെ ആണല്ലോ പ്രൊജക്റ്റിൽ ഏറ്റവും ഹൈ റോൾ എന്ന് പറയുന്നത്. പ്രൊജക്ട് മാനേജറൊക്കെ ചെയ്യുന്ന ഒരു പ്രൊജക്ട് മാനേജറുടെ ഫംഗ്ഷൻ എന്താണ്? ഒരു പ്രൊജക്ട് പറഞ്ഞ രീതിയിൽ തീർക്കുക, കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഒരു പ്രൊജക്ട് മാനേജർക്ക് പ്ലാനിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പുള്ളി പ്രൊജക്ട് മാനേജർ ആവും. പ്രൊജക്ട് മാനേജർക്ക് പ്ലാനിങ് മാത്രമല്ല പല കാര്യങ്ങളും അറിയണം. ബട്ട് പ്ലാനിങ് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മാനേജ്മെന്റിനെ പറ്റി ആദ്യം തന്നെ പഠിച്ചു പോവാം. ഓക്കെ, സോ ഇതാണ് പ്ലാനിങ്. സോ ഇതാണ് പ്രൊജക്ട്സിലുള്ള ജോബ് ചാൻസസ്. ഇത്രയും മനസ്സിലായല്ലോ. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ. പ്രൊജക്ട്സ് ഏതൊരു പ്രൊജക്ട് എടുത്താലും 4 സ്റ്റേജസ്: എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ, കമ്മീഷനിങ്. ഈ 4 സ്റ്റേജസിലും നിങ്ങൾക്ക് ചാൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവരും വിചാരം ബിടെക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയേഴ്സും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും നേരെ ചെന്ന് സൈറ്റിലേക്ക് ചാടുക, സൈറ്റ് എഞ്ചിനീയറിംഗിലേക്ക് ചാടുക. എന്തൊക്കെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്? കുറെ പേര് ഹയർ എഡ്യൂക്കേഷൻ, കുറെ പേര് ഇതേപോലെ സൈറ്റ് വർക്ക്, കുറെ പേര് ഗൾഫിലേക്ക് പോകും, കുറെ പേര് ഗവൺമെന്റ് ജോബ് ടീച്ചിങ്ങിലേക്ക് തിരിയും. ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിലേക്ക്, അങ്ങനെ കുറെ പേര് PSC ഗവൺമെന്റ് ജോബ് അല്ലാത്ത കാര്യങ്ങളിലേക്ക്. വേറെ എന്തൊക്കെ രീതിയിലേക്ക് തിരിഞ്ഞോ നിങ്ങളുടെ കൺസെപ്റ്റ്? MEP. ഓക്കെ, MEP ആക്ച്വലി ഏതിൽ വരുന്നതാണ്? ഈ പറഞ്ഞ കാറ്റഗറിയിൽ MEPയുടെ റോൾ അവിടെ നടക്കുന്നത് കൺസ്ട്രക്ഷനിൽ, സൈറ്റിൽ. ഈ ഞാൻ പറഞ്ഞില്ല സൈറ്റ് എഞ്ചിനീയർ. ഈ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് സൈറ്റിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ വേറെ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പൈപ്പിംഗ് എഞ്ചിനീയർ, റോട്ടറി ഇക്വിപ്മെന്റ് എഞ്ചിനീയർ, സ്റ്റാറ്റിക് ഇക്വിപ്മെന്റ് എഞ്ചിനീയർ. എന്താണ് ഈ വ്യത്യാസം റോട്ടറിയും സ്റ്റാറ്റിക്കും തമ്മിൽ? റോട്ടറി എഞ്ചിനീയർ മെഷീൻസിലായിരിക്കും ആ എഞ്ചിനീയർ കൈവയ്ക്കുക. സ്റ്റാറ്റിക് എഞ്ചിനീയറോ സ്റ്റേഷനറി മെഷീൻസിലായിരിക്കും ചെയ്യുന്നത്. ഇതൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ്. പ്രൊജക്ടിന്റെ വലുപ്പവും കമ്പനി അനുസരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ആ സൈറ്റിൽ തന്നെ ഡിവൈഡ് ചെയ്യും. പിന്നെ ഉള്ളത് MEP. MEP എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഈ നമ്മൾ ഈ പറഞ്ഞ റൊട്ടേറ്ററി മെഷീനും അതൊക്കെ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആയിട്ടാണ്, പക്ക ഇൻഡസ്ട്രിയൽ. മെക്കാനിക്കൽ ആയിട്ട് പോകുമ്പോൾ പൈപ്പിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ് അവിടെ ചിലപ്പോഴാണ് ഈ റോൾസ് വരിക. ഇനി ബിൽഡിങ്സിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിലോ, അതായത് ഒരു ബിൽഡിംഗ് സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ചാൻസ് ആണ് MEP. കാരണം MEP ഒരു ബിൽഡിംഗിൽ നോർമലായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ ചാൻസ് ഇല്ലെന്നാണ് പലരും ചിന്തിക്കുക. ബട്ട് അങ്ങനല്ല, ബിൽഡിങ്സിലുള്ള മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ചാൻസ് ആണ് MEP. MEPയുടെ ഫുൾ ഫോം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പമ്പ്. ഇതിന് വേണ്ടിയിട്ട് കോഴ്സും ചെയ്യണം. സ്പെഷ്യൽ ആയിട്ട് കോഴ്സ് ചെയ്തിട്ട് അല്ല ഫ്രഷ് ആയിട്ട് എടുക്കുമോ, ഇത് പഠിക്കാത്തവരെ എടുക്കുമോ? സാധാരണ എനിക്കറിയില്ല. MEPയുടെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. സോ അത് കുറെ സെന്റേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് പഠിക്കുന്നവരാണ് മിക്കവാറും MEP ഇതിലൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഇപ്പം അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്. അതിൽ തന്നെ പിന്നെയും ഒരുപാട് ഡിവിഷൻസ് വരും. അത് നിങ്ങൾ അന്വേഷിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ആ അടിസ്ഥാന ജസ്റ്റ് തരുവാണ്. ഓക്കെ, ഇത്രയാണ് ജോബ്സിനെ പറ്റി പറഞ്ഞത്. ഇനി നിങ്ങൾ അറിയേണ്ടത് പറഞ്ഞാൽ കമ്പനീസ്. നിങ്ങൾ ഈ പ്രൊജക്റ്റിൽ, ഞാൻ ഈ പറയുന്നതൊക്കെ പ്രൊജക്ട്സ് ആണ്. ഞാൻ വേറൊരു ഫീൽഡ് ഓപ്പറേഷനെ പറ്റി ഞാൻ പറയുന്നത്. ഓപ്പറേഷൻ ജോബ്സ് ആണ് ഈ ഗവൺമെന്റ് ജോബ്സ്, ടീച്ചിങ്, അങ്ങനെയുള്ള മെയിൻ്റനൻസ് പറയും. പ്രൊജക്റ്റിൽ തന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അതും ആക്ച്വലി ഓപ്പറേഷൻ വർക്കാണ്. അതിങ്ങനെ മെയിൻ്റനൻസ് ഇങ്ങനെ ചെയ്ത് പോയിട്ടുണ്ട്. അവിടെ വർക്കുണ്ട്. മെയിൻ്റനൻസിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. പക്ക പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ പ്രൊജക്റ്റിൽ തന്നെയുള്ള കമ്പനീസിനെ പറ്റി സംസാരിക്കും. കമ്പനീസ് ഏതൊക്കെ ടൈപ്പ് കമ്പനീസിൽ നമുക്ക് കയറാം? കമ്പനീസിൽ ഡിവിഷൻസ് ഉണ്ട്. ഫസ്റ്റ് ക്ലയന്റ്, ഓണറാണ് ക്ലയന്റ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും വലിയ കമ്പനി, അവരായിരിക്കും ഈ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലയന്റിലെ ഫ്രഷേഴ്സിന് ജോബ് ചാൻസ് ഉണ്ടോ? ക്ലയന്റ് ചിലപ്പോൾ കേരള ഗവൺമെന്റ് ആണ് ക്ലയന്റ്. അപ്പൊ നിങ്ങൾ ഫ്രഷറായിട്ട് കേരള ഗവൺമെന്റിലേക്ക് എടുക്കും? എടുക്കത്തില്ല. ഗവൺമെന്റ് ജോബ് സ്ഥലം എന്താ പിന്നെ എടുക്കും. നിങ്ങളെ ട്രെയിനി ആയിട്ട് PE എക്സാം ഒക്കെ എഴുതിയിട്ട് നേരെ അതിലേക്ക് എടുക്കും. ബട്ട് നിങ്ങൾ ഫ്രഷറായിട്ട് ആദ്യമേ തന്നെ ക്ലയന്റ് കയറുന്ന ഇഷ്യൂ എന്താ പറയുക? നിങ്ങളുടെ കരിയർ, അത് എല്ലാ കേസിലും അല്ല എങ്കിലും സ്റ്റക്കാവും. കാരണം നിങ്ങൾ ആദ്യമേ തന്നെ വലിയൊരു കമ്പനിയിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ ഇഷ്യൂ? അവിടെ സിസ്റ്റം കാണും ഓൾറെഡി. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വലിയ പണിയൊന്നും കാണില്ല. അവിടെ ഓൾറെഡി ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നിങ്ങൾ അവിടെ ചെന്ന് ചെറിയ എന്തെങ്കിലും വർക്ക് ആയിരിക്കും, അത് മാത്രമേ ചെയ്തുകൊണ്ടിരിക്കും. സപ്പോസ് നിങ്ങളെ ട്രെയിനി ആയിട്ട് എടുത്തെന്ന് ചോദിച്ചോ, 1 വർഷത്തെ ട്രെയിനി ആയിട്ട്. 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സ്ഥിരമാണ് ഉറപ്പൊന്നുമില്ല. ആ 1 വർഷം കൊണ്ട് നിങ്ങൾ എന്ത് പഠിക്കും? നിങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അവിടെ ഇന്റർവ്യൂ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ് എന്ത് വർക്ക് ചെയ്തു. നോർമലായിട്ട് അവർ പല കിടിലൻ ചോദ്യങ്ങളായിരിക്കും ചോദിക്കും. കൺസ്ട്രക്ഷൻ ബേസ് അതൊന്നും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല.
ഇല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിൽ തന്നെ സ്ഥിരമാവുന്ന രീതിയിൽ കയറി കഴിഞ്ഞാൽ ഓക്കെ. അതല്ല നിങ്ങൾ ഈ ഒരു കൺസ്ട്രക്ഷൻ അല്ല അങ്ങനെ എക്സ്പീരിയൻസിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരിക്കലും വലിയ കമ്പനീസ് ആദ്യം ചാടിക്കയറാണ്. ചാടിക്കയറി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് കിട്ടും. പറയാൻ പറ്റും നമുക്ക് നല്ലൊരു കമ്പനിയിലാണ്, നല്ല കിട്ടുവാണ് സാധനം എന്ന് പറയാം. ബട്ട് അതാണ് ഇഷ്യൂ. ഓക്കെ. സോ ക്ലയന്റ് കമ്പനീസ് എല്ലാ കേസിലും ഇങ്ങനെ ആവണമെന്നില്ല. ക്ലയന്റിന് നല്ല ജോലി ഉണ്ടാകുന്ന ഇതാണ് നമ്മൾ അന്വേഷിക്കുക അതിൽ തന്നെ. ബട്ട് എല്ലാവരും ആദ്യമേ നമ്മൾ ക്ലയന്റ് ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു മനസ്സിലൊരു ഇതല്ല, കിട്ടുകയാണെന്നുള്ളത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. ഓക്കെ. സോ ക്ലയന്റ് ഒന്നാമത്തെ കമ്പനി. രണ്ടാമത്തെ കമ്പനി കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടേഴ്സ്. ഓക്കെ. കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ക്ലയന്റ് കൊടുക്കുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാർ. കോൺട്രാക്ടർ തന്നെ മെയിനായിട്ട് രണ്ട് രീതി തിരിച്ചിട്ടാണ്, EPC കോൺട്രാക്ടറും നോർമൽ കോൺട്രാക്ടറും. EPC കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? EPC എഞ്ചിനീയറിംഗ്, E എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ്, P എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെന്റ്, C എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ. അതായത് പിന്നെ ഒരു കമ്മീഷനിങ് ഉണ്ട്. അത് ചിലർ ചെയ്യും, ചിലർ ചെയ്യില്ല. ഒരു പ്രൊജക്ടിന്റെ 4 സ്റ്റേജസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് EPC കോൺട്രാക്ടേഴ്സ്. കോൺട്രാക്ടറിൽ തന്നെ വലിയ ആൾക്കാർ, വലിയ കോൺട്രാക്ടർ, വലിയ കമ്പനീസ്. ഇനി ഈ 4 സെക്ഷനിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പാർട്ട് മാത്രം കൈകാര്യം ചെയ്യുന്നതാണ് നോർമൽ കോൺട്രാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ മാത്രം നോക്കുന്ന കമ്പനീസ് ആണ് ചെറിയ ചെറിയ കോൺട്രാക്ടേഴ്സ് കമ്പനീസ്. ഓക്കെ. സോ ഇതാണ് കോൺട്രാക്ടേഴ്സിന്റെ 2 കാറ്റഗറീസ്, ക്ലയന്റായി കോൺട്രാക്ടറായി. ഇനി 2 ഡിവിഷനുകളുണ്ട്. വെണ്ടർ. വെണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് സ്റ്റീൽ വേണം. ഈ സ്റ്റീൽ നമ്മൾ എവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? സ്റ്റീൽ ഉണ്ടാക്കുന്ന സ്ഥലത്തുണ്ട്, അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതാണ് വെണ്ടർ കമ്പനീസ് പറയുന്നത്. ഈ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന കമ്പനീസ്, സ്റ്റീൽ ആകാം, സിമെന്റ് ആകാം, സാൻഡ് ആകാം, എന്തും ആയിക്കോട്ടെ. അപ്പൊ അവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് അറിയാം? ഒന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അവിടെ അതായത് അവർ ആ പ്രോഡക്റ്റ് റിസർച്ച് ചെയ്ത് ബെറ്റർ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. അതിന്റെ ഒരു ഡെവലപ്മെന്റ് ടീം കാണും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അവിടെ നിങ്ങൾക്ക് കയറാൻ പറ്റും, അതൊരു ചാൻസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ്. അവരെ ഉണ്ടാക്കി വെച്ച സാധനം സെയിൽ ചെയ്യണ്ടേ, അതിനുവേണ്ടി ഒരു ഇത് കാണും. പിന്നെന്ന് പറഞ്ഞാൽ ഈ സർവീസ്, കസ്റ്റമർ സർവീസ് എന്നൊക്കെ പറയുന്ന സെക്ഷൻ, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ ഇങ്ങനെ പല പല ഓപ്പർച്യൂണിറ്റീസ് ആണ് വെണ്ടറിലുള്ളത്. ഓക്കെ. അപ്പം ക്ലയന്റായി, കോൺട്രാക്ടറായി, വെണ്ടറായി. ഓക്കെ. ഇനി ഒരെണ്ണമുണ്ട് PMC. PMC എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. അതായത് ക്ലയന്റ് ഒരു പ്രൊജക്ട് കോൺട്രാക്ടറിന് കൊടുക്കാൻ നേരം കോൺട്രാക്ടർ നല്ല രീതിയിലാണോ ആ പ്രൊജക്ട് ചെയ്യുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയന്റ് ഒരാളെ നിയമിക്കും. അതാണ് കൺസൾട്ടന്റ്, പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് കമ്പനീസ്. അവർ ചെയ്യുന്ന പരിപാടി ഇതാണ്. ക്ലയന്റ്, കൺസൾട്ടന്റ്, കോൺട്രാക്ടർ, വെണ്ടർ. ഇതിൽ ഫ്രഷേഴ്സിനെ കൂടുതൽ ചാൻസ് ഉള്ളത് കോൺട്രാക്ടറിലും വെണ്ടറിലും. കോൺട്രാക്ടറിലാണ് മെയിനായിട്ട് കൂടുതൽ ചാൻസ്. പിന്നെ വെണ്ടറിലും കയറും, സെയിൽസ് എഞ്ചിനീയറായിട്ട്, കസ്റ്റമർ സർവീസിന്, റിസർച്ചിൽ. QC വരുന്നത് ഈ എല്ലാ സെക്ഷനിലും, അതായത് QC, സൈറ്റ് എഞ്ചിനീയർ അങ്ങനെ പറയുന്ന സെക്ഷൻ എല്ലാത്തിലും വരും. എല്ലാ കമ്പനീസിലും അതിന്റെ ചാൻസ് വരും. വെണ്ടറിൽ തന്നെ മെറ്റീരിയൽ ഇറക്കുവാണെങ്കിലും മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, QC എഞ്ചിനീയർ ആണ്. കൺസ്ട്രക്ഷനിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഒരു സാധനം കൺസ്ട്രക്ട് ചെയ്തതിന് മുന്നേ അതിന്റെ ക്വാളിറ്റി ഒക്കെ ആണ്, അവിടെ അതിന്റെ ചാൻസ് ഉണ്ട്. സോ എല്ലാത്തിനും അതിന്റെ ചാൻസസ് ഒക്കെയാണ്. ഓക്കെ. സോ ഇത്രയാണ് എന്താ പറയാ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ. ഇനി നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം ക്വാളിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി റിലേറ്റഡ് എന്തെങ്കിലും പഠിക്കാം, അതിലേക്ക് എടുക്കാം. സൈറ്റ് എഞ്ചിനീയർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് CAD അങ്ങനെയുള്ള ബേസിക് പഠിക്കുക, അതിലേക്ക് എടുക്കാം. പ്ലാനിങ്ങിലേക്ക് ആക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രൈമവറ പോലെ സോഫ്റ്റ്വെയർസ് പഠിക്കുക, അതിലേക്ക് എടുക്കാം. സേഫ്റ്റി കയറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സേഫ്റ്റി നമ്പോഷൻ വളരെ വലിയ എടുക്കാം. പിന്നെ അത് കൂടാതെ വേറെ തലങ്ങൾ ഓയിൽ റിഗ് എന്ന് പറയുമ്പോഴത്തേന് ഓപ്പറേഷൻ അറിയും. ഓപ്പറേഷൻ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കും. അതൊരു ഓയിൽ തീരണം, സംഭവം ചെയ്യണം. ഈ ഓയിൽ റിഗിലോ ഇത്ര ടൈമിലേക്കാണ് സത്യം പറയാൻ എനിക്ക് ഓയിൽ റിഗിലുള്ള എക്സ്പീരിയൻസ് ഇല്ല. സോ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയില്ല. ബട്ട് എങ്കിലും ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചാൽ ഈ റിഗിലെ പരിപാടി കണ്ടിന്യൂസ് സാധനങ്ങളായിരിക്കുന്നതാണ്. അതായത് അവിടെ ഈ പ്ലാനിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ കയറി വരും. ഒരേ സാധനങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് പോകാന്നുള്ള ആ ഉണ്ട്. അവിടെ ഈ വർക്ക് അതായത് ഏത് സ്ഥലത്തും ഒരു വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വർക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്യുമ്പോഴാണ് സിസ്റ്റമാറ്റിക് പക്ക ആ ഒരു കമ്പനി നല്ല രീതിയിൽ പോകാം. അവിടെയൊക്കെ പ്ലാൻ അങ്ങനെ ആഗ്രഹമുള്ള കമ്പനികൾ പ്ലാനിങ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇല്ലാത്തവര് ഈ സീനിയേഴ്സ് ആണ് അവിടെ, അവരെ വെച്ചിട്ട് ഇങ്ങനെ മാനേജ് ചെയ്തു. ഇതാണ് നോർമലായിട്ട് സംഭവിക്കുന്നത്. അത് കമ്പനിയുടെ ചോയ്സാണ് അവിടെ പ്ലാനിങ് എസ്റ്റാബ്ലിഷ് ചെയ്യണോ വേണ്ട എന്നുള്ളത്. ഓക്കെ. പിന്നെ ഈ ശനിയാഴ്ച എന്തോ ഒരു കാര്യം ഓർത്തത് വിട്ടു. ഓയിൽ റിഗിന്റെ കാര്യം പറയാൻ നേരം
റിഗ്. ഈ റിഗ് പ്രൊജക്ട് ആവുന്ന എങ്ങനെയാണെന്നറിയോ? ഈ റിഗ് ആദ്യം ക്രിയേറ്റ് ചെയ്തില്ലേ, ഐ മീൻ ആ ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല, അതിനൊരു പ്രൊജക്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സംഭവം, ആ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ആയി, അതിനുശേഷം പിന്നെന്താ ചെയ്യാ, അവിടെ പ്രൊഡക്ഷൻ നടക്കണം. അത് ഓപ്പറേഷൻ ആണ്. ആക്ച്വലി കുറച്ചുകൂടി കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് എക്സാമ്പിൾ, പവർ പ്ലാന്റ്, ഒരു പവർ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യാം മെക്കാനിക്കലായിട്ട് പറയുകയാണെങ്കിൽ, ആ പവർ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അതൊരു പ്രൊജക്റ്റ് ആണ്. ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് പവർ പ്ലാന്റ് കെട്ടിപ്പൊക്കി വലുതാക്കി. പിന്നെന്താ അവിടെ നടക്കുന്ന പ്രോസസ്സ്, പവർ ക്രിയേറ്റ് ചെയ്യാം. അവിടെയാണ് ഓപ്പറേഷൻ വർക്ക്. സോ ആ രണ്ടാമത്തെ സെക്ഷൻ, ആ ഓപ്പറേഷൻ വർക്കിലോട്ട് കുറെ ജോബ് ചാൻസസ്. എനിക്ക് ആ ഫീൽഡ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല. സോ ഇതാണ് നമ്മൾ പ്രൊജക്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് തുടങ്ങുന്ന സംഭവമാണ് ഓപ്പറേഷൻ. അവിടെ ഉണ്ട് ചാൻസ്. അവിടെ കയറിയുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ കുറച്ച് ആളുകളുടെ വർക്ക് പഠിക്കും, ആ വർക്ക് കണ്ടിന്യൂസ് ആയിരിക്കും, സെയിം സാധനം തന്നെ ചെയ്ത് ഫ്രഷറായിട്ട് നിങ്ങൾ എപ്പോഴും പ്രോജക്റ്റ് കയറിയായിരിക്കും നല്ലത്. എന്നിട്ട് നിങ്ങളൊന്ന് സെറ്റിൽ ആവുന്ന ടൈം ഉണ്ടല്ലോ, കല്യാണം കഴിച്ച് സെറ്റിൽ ആവുന്ന ടൈമിൽ നേരെ ഓപ്പറേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ അതാണ് അതിന്റെ രീതി. നിങ്ങൾ ആ ടൈമിലേക്ക് എക്സ്പീരിയൻസും ആവും, സെറ്റിലും ആവും. ഇപ്പൊ ഈ പറഞ്ഞ പ്രഭാഷണം ഉണ്ടല്ലോ, ജോബിനെ പറ്റി, ഈ സാധനം പറ്റി, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എവിടെയും ജോലിക്കണം, എങ്ങനെയെങ്കിലൊക്കെ കയറും. പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ട്, ഓക്കെ ഇങ്ങനെയാണ് സംഭവം എന്നുള്ളൊരു, ഒന്നും അറിയാത്തതിനേക്കാൾ എന്തെങ്കിലും അറിയാം. കാരണം പലർക്കും അനുഭവം ഉള്ളതാണ്. കാരണം ഈ ആദ്യം തന്നെ കയറിയിട്ട് ഈ ഹൈ കമ്പനീസിൽ റിക്കമെൻഡേഷൻ വേണ്ടിയിട്ടായാലും അല്ലാതെ ട്രെയിനിയായിട്ട് കയറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ ഒരു വർഷമൊക്കെ ട്രെയിനിയായിട്ട് വർക്ക് ചെയ്യും. അതിനുശേഷം അവരവിടെ നിങ്ങൾ സ്ഥിരമാക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ സ്ഥിരമാക്കിയില്ലെന്ന് വരിക, നിങ്ങളവിടെ ഇറങ്ങേണ്ടി വരും. എനിക്കൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആലോചിച്ച് നോക്ക്, ആ ഒരു വർഷം അവിടെ ചെയ്തത് അത്ര വലിയ ആരം വരുന്ന പണികളായിരിക്കും, ചെറിയ പണികളായിരിക്കും. വലിയ കമ്പനി കയറി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തടുത്ത് ഇന്റർവ്യൂ വന്നാൽ അവർ ചോദിക്കുന്ന നിങ്ങളുടെ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ പാടില്ല. സോ ആദ്യത്തെ ഒരു 2 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി നല്ല രീതിയിൽ പണി വർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം. നിങ്ങൾ ഈ ജോബ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ജോബ് മാത്രമല്ല അത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഈ ഒരു പ്രായത്തിൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇതാവുമ്പോഴത്തേക്ക് എസ്റ്റാബ്ലിഷ് ആവുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ബേസിക് ആയിട്ടൊക്കെ വീട്ടിൽ വളർത്തുന്നത് എന്ന് പറയുന്നത് തൊഴിലാളികളാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ചെറുപ്പം തൊട്ടേ ജോബ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി എല്ലാവരും വളർത്തുന്നത്. പിന്നെ ചിലരുടെ മാത്രം വീട്ടില് ബിസിനസ് അറ്റ്മോസ്ഫിയർ ആ ഒരു തീരുമാനം. സ്വന്തമായിട്ട് ഇപ്പൊ കൺസ്ട്രക്ഷൻ തുടങ്ങണമെന്നാണെങ്കിലും നമുക്ക് അറിയണം. കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അണ്ടറിൽ പിന്നീട് എന്ന് തുടങ്ങണമെന്ന ഐഡിയ പോലും ഇല്ല. ഇപ്പൊ താനീ പറഞ്ഞു പറഞ്ഞാൽ പിന്നീട് തുടങ്ങണം, അതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമായിട്ടാണ് ജോബ് കയറുന്നത്. അത് നല്ലൊരു ചിന്തയാണ്. എല്ലാവരും ഇങ്ങനെയല്ല ചിന്തിക്കുക. പലരും നിങ്ങൾ വളർന്ന സിറ്റുവേഷൻ അനുസരിച്ചാണ് ഈ ചിന്ത എന്ന് പറയുന്ന സംബന്ധം ആ ഒരു രീതിയിലാണ് വരിക അല്ലെ. നിങ്ങൾ വളർന്ന സിറ്റുവേഷൻ എങ്ങനെയാണോ നിങ്ങളുടെ ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളുടെ ചുറ്റോടെ ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ചു വരും. ഇപ്പം അച്ഛനും അമ്മയും ഗവൺമെന്റ് ജോബിലാണ്, ആ പിള്ളേരെ മിക്ക കേസിലും ഗവൺമെന്റ് ജോബിലേക്ക് ഇറങ്ങി നിൽക്കും. കാരണം അവരുടെ അച്ഛനും അമ്മയുടെ അഭിപ്രായത്തിൽ ഏറ്റവും സേഫ് ജോബ് അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ചിന്തിക്കും. ഗൾഫിൽ ജോലിയുള്ള അച്ഛനും അമ്മയായാലും ഗൾഫിലുള്ളവർ അവരുടെ ചിന്ത എപ്പോഴും ഗൾഫിൽ പോവാ ചെറുപ്പം തൊട്ട് അതെല്ലാം കേട്ടിട്ടുണ്ട്. സോ ഇതിലെന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ചിന്തകളൊക്കെ അവരിൽ നിന്നാ വരുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു ചിന്താ സംഭവം ക്രിയേറ്റ് ചെയ്ത സംഭവം വരുന്നില്ല. So I told myself and told my young people, before 20 years old, be a good student. When you do entrepreneur, just learn some experience. Before 30 years old, follow somebody. Go to a small company. Normally in a big company, it is good to learn processing. You are a part of a big machine. But when you go to a small company, you learn the passion, you learn the dreams. You learn how to do a lot of things at one time. So before 30 years old, it's not which company you go, it's which boss you follow. It's very important. A good boss teaches you differently. And from 30 to 40 years old, you have to think very clearly, you're working for yourself if you really want to be an entrepreneur. When you're 40 to 50 years old, you have to do all the things that you are good at. Don't try to jump into the new area. It's too late. You may be successful, but the rate of dying is too big. So 40 to 50, think about how can you focus on things that you are good at. But when you are 50 to 60 years old, work for the young people. Because young people can do better than you. So rely on them, invest on them, making sure they're good. So when you are over 60 years old,
spend time for yourself. On the beach, sunshine, right? It's too late for you to change normally. But this is my advice to the young people. 25 years old, make enough mistakes. Don't worry. You fall, you stand up. You fall, you stand up. Enjoy it. I mean, 25 years old, enjoy the show, enjoy the show. So ഇതാണ് നമ്മൾ ഒന്നാമത്തെ സെഷൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന സെഷൻ ക്യാഷ്. നീ എന്തെങ്കിലും പറഞ്ഞു? ഹലോ നമ്മള് വീഡിയോ എടുക്കാൻ തരും, യൂട്യൂബിൽ ഇടാൻ തരും. അഭിനയം തുടങ്ങിയോ? പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് കമ്പനീസ് അവര് ചെയ്യുന്ന പരിപാടി ഇതാണ്. ഓക്കെ, ഉറക്കം വന്ന് ഇപ്പം വീഡിയോ